ടോപ്പിക് എന്ന് പറയുന്നത് ഒരു IVF സൈക്കിൾ ഫെയിൽ ആയതിനു ശേഷം പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സൈക്കിൾ എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ പ്രിക്വേഷൻസ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ കെയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ ആൻസൈറ്റി എല്ലാം മാറ്റാൻ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിക്കാനുള്ളവർ ദയവ് ചെയ്ത് ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ നമുക്ക് വന്ന ഒരു കമൻറ്റിലൂടെ തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ കുട്ടിക്ക് 10 പ്രാവശ്യം IUI ചെയ്തിരുന്നു, 10 പ്രാവശ്യവും IUI ഫെയിലായിരുന്നു. ആ കുട്ടിയുടെ ഒവേറിയൻ റിസർവ് ഒരുപാട് കുറവായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒവേറിയൻ റിസർവ് കുറവാണെങ്കിൽ <1.5 ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ IVF സൈക്കിളിന് തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം IUIയുടെ സക്സസ് റേറ്റിനെക്കാട്ടിലും എന്തായാലും സക്സസ് റേറ്റ് കൂടുതൽ IVFന് തന്നെയാണ്. IUIയുടെ സക്സസ് റേറ്റ് 10 to 12% ആണ്, പക്ഷേ IVFന്റെ സക്സസ് റേറ്റ് 40 to 50% ആണ്. അപ്പോൾ ഒബ്വിയസ്ലി IUIക്കാട്ടിലും IVFിലായിരിക്കും നിങ്ങൾക്ക് സക്സസ് കിട്ടാൻ കൂടുതൽ ചാൻസ്. ഇനിയും നിങ്ങളുടെ ഒരു IVF സൈക്കിൾ നേരത്തെ കഴിഞ്ഞതാണെങ്കിൽ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. ജനറലി IVFിലും 2 or 3 സൈക്കിൾ ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക തയ്യാറെടുപ്പോടെ വേണം IVF ചെയ്യാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മാനസികമായ തയ്യാറെടുപ്പ് മാത്രമല്ല, ഫൈനാൻഷ്യലായ തയ്യാറെടുപ്പും വേണം. ആദ്യത്തെ IVF സൈക്കിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി എന്താണ്, നിങ്ങളുടെ എംബ്രിയോസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇനിയും ക്വാളിറ്റിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ മെഡിസിൻസ്, ഇഞ്ചെക്ഷൻസ് ഒക്കെ അതനുസരിച്ച് മോഡിഫൈ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് IVF സൈക്കിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സൈക്കിൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് സൈക്കിളിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവരാണ് എങ്കിൽ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആണോ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും കുറച്ച് കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആയിരുന്നു എങ്കിൽ നിങ്ങൾ അടുത്ത സൈക്കിളിന് ഒരു 2 to 3 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനിയും നിങ്ങളുടെ ഫസ്റ്റ് സൈക്കിൾ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സൈക്കിൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഫൈനാൻഷ്യലായിട്ടോ എന്തെങ്കിലും തയ്യാറെടുപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രേക്ക് എടുത്ത് അതനുസരിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് സൈക്കിൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യമാണ്, ആദ്യത്തെ സൈക്കിൾ ഫെയിൽ ആകുമ്പോൾ നെക്സ്റ്റ് സൈക്കിൾ സക്സസ് ആകാൻ ചാൻസ് ഉണ്ടോ എന്ന് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്. തീർച്ചയായിട്ടും സക്സസ് ആകാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് സൈക്കിൾ ഫെയിൽ ആയി എന്ന് വിചാരിച്ച് സെക്കൻഡ് സൈക്കിൾ ചെയ്താലും ഫെയിൽ ആകണം എന്നില്ല. സക്സസ് റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ ഫെയിൽ ആകുമ്പോൾ ഫെയിൽ ആയതിൻ്റെ റീസൺ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ IVF പ്രോട്ടോകോൾ ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സക്സസ് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്ത IVF പ്രോട്ടോകോൾ ഒന്ന് മാറ്റിയിട്ട് നെക്സ്റ്റ് ടൈം ബെറ്റർ ക്വാളിറ്റി ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യേണ്ടതായിട്ട് ചിലവർക്ക് വരാറുണ്ട്. പിന്നെ ഗ്രോത്ത് ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ എൻഡോമെട്രിയൽ റിസപ്റ്റിവിറ്റി അനലൈസിസ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. PGS അതായത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് സ്ക്രീനിങ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. PRP ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിസൾട്ടും കിട്ടും. ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ IVF ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ആയി എന്ന് വിചാരിച്ച് അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് പോർഷനായിട്ട് വിചാരിക്കാതെ ട്രീറ്റ്മെൻറ്റ് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് എടുക്കാതിരിക്കുക. സ്ട്രെസ് കൂടുതലായിട്ട് എടുക്കുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ റിലീസ് ആകും. അത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് അതായത്
അതായത് പ്രൊജസ്ട്രോണിനെയും ഈസ്ട്രോജനെയും കുറയ്ക്കും. അത് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ സ്ട്രെസ് മൂലം ശരീരത്തിൽ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ IVF ഫെയിലായി എന്ന് വിചാരിച്ച് സ്ട്രെസ് കൂടുതലായിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്ട്രെസ് ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ IVFന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു പോകുക. നിങ്ങൾക്ക് തനിയെ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡെയിലി റൂട്ടീൻ ഫോളോ ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് ബുക്സ് റീഡ് ചെയ്യുക, പോസിറ്റീവ് സ്റ്റോറീസ് കേൾക്കുക, IVF സക്സസ് സ്റ്റോറീസ് കേൾക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ഈ IVF ജേർണി കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ എല്ലാ ഫാക്ടേഴ്സും കറക്റ്റ് ആണെങ്കിൽ പോലും IVF ഫെയിൽ ആകാറുണ്ട്. ഡോക്ടേഴ്സിന് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റാറുമില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എംബ്രിയോസിൻ്റെ ജെനറ്റിക് മേക്കപ്പിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ടും A ഗ്രേഡ് എംബ്രിയോ ആയിട്ടും പ്രഗ്നൻസിക്ക് ഫിറ്റ് ആകാറില്ല ഈ ഒരു എംബ്രിയോ. ഇനിയും അഥവാ പ്രഗ്നൻസി വന്നാൽ അത് ഹെൽത്തി ആയിരിക്കത്തില്ല. ഈ ജെനറ്റിക് അബ്നോർമാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഫീമെയിൽ ഏജിലായിരിക്കും. അപ്പോൾ IVFൽ ഫീമെയിൽ ഏജ് കൂടുന്തോറും IVF ഫെയിലിയർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എംബ്രിയോസിൽ ജെനറ്റിക് ഡിഫക്ട്സ് കാണും. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് IVFൽ. അത് എപ്പോഴും ചെയ്യാറില്ല, പക്ഷേ എപ്പോഴും അതായത് റിപ്പീറ്റഡ് IVF ഫെയിലിയർ, മിസ്കാരിയേജസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ എംബ്രിയോസ് ജെനറ്റിക്കലി ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റാണ് പ്രീ ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിംഗ്. അതിൽ ഈ A ഗ്രേഡ് എംബ്രിയോസിൻ്റെ കുറച്ച് സെൽസ് എടുത്ത് ജെനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യും. എന്നിട്ട് ആ എംബ്രിയോസിനെ ജെനറ്റിക്കലി നോർമൽ ആയും ജെനറ്റിക്കലി അബ്നോർമൽ ആയും ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സൈക്കിളിൽ നോർമൽ എംബ്രിയോസിനെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. പിന്നെ ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ IVF ഫെയിൽ ആയിട്ട് നമ്മൾ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ റിപ്പോർട്ടിനകത്ത് അൺഎക്സ്പ്ലെയിൻഡ് IVF ഫെയിലിയർ എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ എംബ്രിയോസ് എല്ലാം നല്ലതാണ്, ലൈനിങ്ങിന് ഒരു ഇഷ്യൂമില്ല, അതും നല്ലതാണ്, പക്ഷേ എന്നാലും IVF ഫെയിൽ ആകുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂട്രൈൻ എൻവയോൺമെന്റ് നല്ലതല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എംബ്രിയോസ് കറക്റ്റായിട്ട് ഇംപ്ലാന്റ് ആകത്തില്ല. യൂട്രസിൻ്റെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതിൽ ബ്ലഡ് സപ്ലൈ, ഇമ്മ്യൂൺ റെസ്പോൺസ്, എന്തെങ്കിലും ആൻറ്റിബോഡി പ്രസൻ്റ് ആണെങ്കിലോ ഒക്കെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടായാൽ IVF ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ട്. ഇതാണ് അൺഎക്സ്പ്ലെയിൻഡ് IVF ഫെയിലിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം IVF ഫെയിൽ ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഹൈഫൈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ട്, അതായത് എംബ്രിയോ ബയോപ്സി, എറ ടെസ്റ്റ് അതുപോലെയൊക്കെ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പായിട്ട്, അപ്പോൾ IVF ഫെയിൽ ആയി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ IVF ഒരു തവണ ഫെയിൽ ആയി അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോട്ടോക്കോളിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകണം. IVF 2 തവണത്തിൽ കൂടുതൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കണം. അപ്പോൾ IVF ഫെയിൽ ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്. കുറച്ച് സമയമൊക്കെ എടുത്ത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കി, നിങ്ങൾ ഫൈനാൻഷ്യലി ഒക്കെ ഒന്ന് സെറ്റായിട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നാൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടുക തന്നെ ചെയ്യും. അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മൈൻഡിനെ ഒന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെ ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം. നിങ്ങൾ അത് നോക്കി വാട്സപ്പ് നമ്പർ എടുക്കുക, എന്നിട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്.